എൻ്റെ സെമിനാരി ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയും ഏറ്റവും കൂടുതൽ വിഷമിക്കുകയും ചെയ്ത ഒരു വർഷമുണ്ട്. എന്നുവെച്ചാൽ 6 മാസം എന്നെ സംബന്ധിച്ചിടത്തോളം സ്വർഗമായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ ഈ ദൈവവിളിയിലേക്ക് വന്നതുകൊണ്ട് എന്തൊക്കെയോ ഉപകാരമുണ്ട്, എൻ്റെ ജീവിതം കൊണ്ട് ആർക്കൊക്കെയോ എന്തൊക്കെയോ ഉപകാരമുണ്ട് എന്ന് ഞാൻ വിശ്വസിച്ച ഒരു 6 മാസം. തൊട്ടടുത്ത 6 മാസം എന്നെ സംബന്ധിച്ചിടത്തോളം ഓട്ടത്തിൻ്റെ നെട്ടോട്ടം ഓടുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള ഒരു 6 മാസമായിരുന്നു. വേറൊന്നുമല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് റീജൻസി എന്ന് പറയുന്ന ഒരു വർഷമുണ്ട്. സാധാരണഗതിയിൽ ഫിലോസഫിക്കും തിയോളജിക്കും ഇടയിലുള്ള ഒരു വർഷമാണ് റീജൻസി. അപ്പോൾ ഞാൻ റീജൻസി ചെയ്തത് ഞങ്ങളുടെ നൽഗൊണ്ടയിലാണ്. എന്ന് വെച്ചാൽ തെലങ്കാന സ്റ്റേറ്റിൽ നൽഗൊണ്ട എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങളുടെ റീജൻസി. അവിടെ ഞങ്ങൾക്ക് അവിടുത്തെ സ്ട്രീറ്റ് ബോയ്സും സെമി ഓർഫൻസ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ട്. ഞാനവിടെ ചില 37 കുട്ടികളുണ്ട് അവിടെ. അപ്പോൾ അന്ന് സുപ്പീരിയർ ഫാദർ സജി കാപ്പിക്കുഴിയായിരുന്നു. വിപിനച്ചനുണ്ട്, ജെയിംസ് അച്ഛനുണ്ട്, പിന്നെ കുറച്ച് നാൾ എൻ്റെ കൂടെ റിനുവച്ചനുണ്ട്. അന്ന് റിനുവച്ചൻ ബ്രദറാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ 4-5 പേരാണ് ഞങ്ങളവിടെ ഉണ്ടായിരുന്നത്. പ്ലസ് 37 കുട്ടികൾ, അവിടുത്തെ കുട്ടികളുണ്ട്. അപ്പം കുറച്ചൊക്കെ തെലുങ്കൊക്കെ ഞാൻ പഠിച്ചു, അവരോട് സംസാരിക്കാനൊക്കെ പഠിച്ചു. അപ്പം ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കുറച്ച് സമയങ്ങളായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മളുടെ സംസ്ഥാനത്ത് നിന്ന് നമ്മളുടെ ആ ഒരു സേഫ് കോർണറിൽ നമ്മൾ മാറിയിട്ട് ഈ കുട്ടികളുടെ കൂടെ ജീവിക്കുന്നു. അവരെപ്പോലെ നമ്മൾ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നമ്മൾ ജീവിക്കുന്നു. അവരെ സഹായിക്കാനായിട്ട് നമ്മളെല്ലാവരും അവിടെ ഉണ്ട്, ഓൾ ടൈം അവൈലബിൾ ആണ് അവിടെ. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഈ മമ്മിക്ക് ക്യാൻസറായിട്ട് ഞാൻ നാട്ടിലേക്ക് വരേണ്ട ഒരു അവസ്ഥ വരും. പക്ഷേ എനിക്ക് അവിടെ നിന്ന് തിരിച്ചു വരാൻ എനിക്ക് ഒരു താല്പര്യമില്ലായിരുന്നു. ഞാൻ സജിയച്ചനോട്, അന്ന് സുപ്പിതാൻ സജിയച്ചനോട് പറഞ്ഞു, അച്ഛൻ ഞാൻ ഇനി തിരിച്ച് നാട്ടിലേക്ക് പോകുന്നില്ല, എൻ്റെ തിരുപ്പട്ടത്തിന് മാത്രം എന്നെ നാട്ടിലേക്ക് വിട്ടോ, ഞാൻ ഇവിടെ തന്നെ ഞാൻ നിന്നോളാം, തിയോളജി ഇവിടെ നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ അന്ന് തിയോളജിയൊക്കെ അവിടെ അടുത്ത് ഏലൂർ സെമിനാരിലെല്ലാം റെഡിയാക്കി ഇങ്ങനെ വരുന്നൊരു സമയമാണത്. അപ്പോഴാണ് ഡിസംബർ മാസത്തിൽ വീട്ടിൽ നിന്ന് വിളി വരുന്നത്. ദേവസ്വേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞതാണ് എനിക്ക് തോന്നുന്നു, തീരെ വയ്യ മമ്മിക്ക്. അങ്ങനെ ഒരു 2-3 ദിവസത്തേക്ക് ഞാൻ നാട്ടിലേക്ക് വന്നു. അന്ന് സജിയച്ചനാണ് എന്നോട് പറഞ്ഞത്, നീ പോയിട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ നിർബന്ധിച്ച് വിടുന്ന സജിയച്ചനാണ്. ടിക്കറ്റൊക്കെ എടുത്ത് എന്നെ നിർബന്ധിച്ചു. കാരണം എനിക്ക് നാട്ടിലേക്ക് വരണം, കാരണം ഒന്ന് മമ്മിയുടെ ഈ ഒരു അവസ്ഥ എനിക്കറിയില്ല. പക്ഷേ സജിയച്ചനാണ് നിർബന്ധിച്ച് വിടുന്നത്, എന്തായാലും പോയിട്ട് വാ എന്ന് പറയുന്നത്. ഞാൻ അത് കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോഴാണ് ഇവിടുത്തെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നത്. പിന്നീടുള്ള ഒരു 6 മാസം മമ്മിയുടെ കൂടെയാണ്. എന്ന് വെച്ചാൽ ജൂൺ മുതൽ ഡിസംബർ വരെയുള്ള അത്രയും നാൾ ആന്ധ്രയിലും അതിനുശേഷം തെലങ്കാനയിലും അതിനുശേഷമുള്ള 6 മാസം ജനുവരി മുതൽ അടുത്ത ജൂൺ ഒരു അവസാന ഭാഗം വരെയും നാട്ടിലുമാണ്. അപ്പം ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ഓട്ടമാണ്. മമ്മിയുടെ ആശുപത്രി കേസ്, അതിനുള്ള കാശ് കണ്ടെത്തണം, മരുന്നുകൾ വാങ്ങണം, മമ്മിയെ കൊണ്ടുപോകണം, അങ്ങനത്തെ കുറേ ഒത്തിരി ഓട്ടത്തിലായിരുന്നു ആ ഒരു സമയത്ത്. ശരിക്കും പറഞ്ഞാൽ ഞാനതാണ് ഏറ്റവും ആദ്യം തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ സന്തോഷിച്ച ഒരു 6 മാസവും ഏറ്റവും കൂടുതൽ ഞാൻ ഓടിയ ഒരു 6 മാസം ഈ ഒരു ഒറ്റ വർഷമാണ്. അങ്ങനെ ഈ റീജൻസിയെക്കുറിച്ച് ഇതാണ് പറയാനുള്ളത്. പക്ഷെ അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോഴും ചിന്തിക്കുമ്പോൾ എനിക്കിതിനകത്ത് മറ്റൊരു അനുഭവമുണ്ട്. മമ്മി മരിച്ചതിന് ശേഷം ഞാൻ ഈ കുട്ടികളുടെ അടുത്ത് ഒരിക്കൽ പോയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഈ ഒരു 6 മാസത്തിന് ശേഷം, മമ്മി മരിച്ച് ജൂൺ 29-ാം തീയതിയാണ് മമ്മി മരിക്കുന്നത്. അതിന് ശേഷമുള്ള ഡിസംബർ മാസം ഞാൻ ഈ കുട്ടികളുടെ അടുത്ത് പോയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അതിന് മുമ്പുണ്ടായിരുന്ന ആ ഒരു 6 മാസം ഞാൻ നിന്നില്ലേ, ആ സമയത്ത് ഞാൻ എനിക്ക് അവരിൽ ഗ്യാപ്പുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. പക്ഷേ ഞാൻ ആ ഒരു മമ്മിയുടെ കൂടി മരണത്തിന് ശേഷം ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ എന്നെ തന്നെയാണ് ഞാൻ അവരിൽ കാണുന്നത്. കാരണം അവർക്ക് അപ്പനില്ല, അമ്മയില്ല, എനിക്കും പപ്പയില്ല, മമ്മിയില്ല. പിന്നെ എന്ത് വ്യത്യാസമാണ് ഞാനും അവരും തമ്മിൽ ഉള്ളത് എന്ന് വരെ ചിന്തിച്ച ഒരു സമയമുണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ. കാരണം ഞാൻ അവിടെ ചെന്ന് കയറുമ്പോൾ ഞാൻ ആദ്യമേ തന്നെ കാണുന്ന ഈ കുട്ടികളാണ്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്കൊന്ന് ചിന്തിക്കുന്നത്, ദൈവം അവർക്ക് ആരുമില്ലല്ലോ, അപ്പോൾ ഇപ്പോൾ എനിക്കും ആരുമില്ല. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനുഭവിക്കുന്ന വിഷമം എന്ന് പറയുന്നത് ഒന്നാണല്ലോ എന്നുള്ളൊരു ചിന്ത എന്നെ വല്ലാതെ പിടിച്ചു കുലുക്കിയ ഒരു അനുഭവമായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ. ഒരുപക്ഷെ ഇത് കേൾക്കുമ്പം കുറേ പേർക്കും ചിലപ്പോൾ ഇത് മനസ്സിലാകില്ല. അത് ഞാൻ ഇന്നും എപ്പോഴും ഞാൻ പറയാറുണ്ട്, മാതാപിതാക്കളെക്കുറിച്ച് നമുക്ക് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. അവർ ചിലപ്പം സ്വഭാവം കൊണ്ട് ചിലപ്പം ഒത്തിരിയേറെ നെഗറ്റീവ്സ് ഉള്ളവരായിരിക്കാം. ചിലപ്പോൾ നമുക്ക് തലയുയർത്തി നടക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ചിലപ്പോൾ നമ്മളെ ബുദ്ധിമുട്ടിച്ചവരോ വേദനിപ്പിച്ചവരോ നാണം കെടുത്തിയവരോ ആയിരിക്കാം. പക്ഷേ വീട്ടിലിങ്ങനെ ഒരാളുണ്ട് എന്ന് പറയുമ്പം അതിൽ തോന്നുന്ന ഒരു സമാധാനമുണ്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരേപോലത്തെ ഉള്ളൊരു അനുഭവമല്ല, അതും എനിക്കറിയാം. പക്ഷെ അങ്ങനത്തെ ഒരു സംഭവമുണ്ട് ഇതിനകത്ത്. ഞാനത് വളരെയേറെ മിസ് ചെയ്തിരുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോഴും ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഇങ്ങനത്തെ ഒരു സംഭവമുണ്ട്. ഞാൻ അന്ന് അനുഭവിച്ച ഒരു ശൂന്യതയുണ്ട്. ഇപ്പം ഞാനും അവർ ഒരുപോലെയാണല്ലോ
എന്ന് തോന്നിയ ഒരു അനുഭവം. എനിക്ക് ആ കുട്ടികൾ ഒത്തിരിയേറെ സ്നേഹം തോന്നിയ ഒരു സമയമായിരുന്നു അത്. കാരണം എനിക്കന്നൊരു 23 വയസ്സുള്ളപ്പോഴാണ് ഞാൻ കംപ്ലീറ്റ്ലി പപ്പയും മമ്മിയും ഇല്ലാതെയാവുന്നത്. പക്ഷെ ആ കുട്ടികളെന്ന് വെച്ചാൽ ഏതാണ്ട് ഒരു 5ഉം 4ഉം വയസ്സുള്ള പ്രായമുള്ള കുട്ടികളുണ്ട്. ചിലർക്ക് അപ്പനില്ല, ചിലർക്ക് അമ്മയില്ല, ചിലർക്ക് രണ്ടുപേരും ഇല്ല, ചിലർക്ക് ചിലപ്പോൾ രണ്ടുപേരും ഉണ്ടാവും. പക്ഷേ വീട്ടിലത്തെ അവസ്ഥ വളരെ മോശമായതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ ഇവിടെ വന്ന് പഠിക്കുന്നതായിരിക്കും. അത് വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങളാണ്. പക്ഷേ അപ്പൻ്റെ അമ്മയുടെ അടുത്തുനിന്ന് മാറി നിൽക്കുമ്പോഴുള്ള ഒരു അനുഭവം ഉണ്ടല്ലോ, അതിൽ നിന്നും വ്യത്യസ്തമാണ് ഇവർ രണ്ടുപേരും ഇനി ഇല്ല എന്നുള്ളൊരു ബോധ്യത്തിൽ, ഒരറിവിൽ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരെ പ്രത്യേകം ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്കൊരു നിമിഷം നമുക്കൊന്ന് ഓർത്ത് അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കാരണം അവരൊക്കെ അനുഭവിക്കുന്ന ഒരു ശൂന്യതയുണ്ടാവും. അത് വേറെ ആർക്കും മാറ്റാൻ പറ്റത്തില്ല. ആരൊക്കെ ഇപ്പോൾ അപ്പനാണ് അമ്മയാണ് അല്ലെങ്കിൽ അതുപോലെ ഞങ്ങൾ നിൻ്റെ കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും ഈ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് ഒരിക്കലും ചിലപ്പം അങ്ങോട്ട് എത്തിച്ചേരാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. അപ്പോൾ അതുപോലെ സ്നേഹിക്കാൻ അവർക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു അനുഭവത്തിൽ ഞാൻ പഠിച്ചത്, നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളവരിൽ നിന്ന് പഠിക്കാനായിട്ട് കുറേ കാര്യങ്ങളുണ്ടാവും. അവരൊരു പക്ഷെ നമ്മളോട് ദേഷ്യമുള്ളവരായിരിക്കാം, നമ്മൾ വെറുക്കുന്നവരായിരിക്കാം, ചിലപ്പോൾ നമ്മൾ അത്രയേറെ സ്നേഹിക്കുന്നവരായിരിക്കും. പക്ഷെ അവരിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭംഗിയായിട്ട് സന്തോഷത്തോടു കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്ന നന്മകളെക്കുറിച്ച് നന്ദിയുള്ളവരായി മറ്റുള്ളവർക്ക് കൂടി അതിൻ്റെ ഒരു അല്പമെങ്കിലും കൊടുക്കാനായിട്ടുള്ള ഒരു സന്മനസ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഭംഗിയായിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പരിശ്രമിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.